Hi friends, welcome back to our channel Hexcent Private Limited. So Python Django project സീരീസിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു യൂസർ രജിസ്റ്റർ ചെയ്ത ഒരു യൂസർ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ യൂസർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ലോഗിനിലേക്ക് കടക്കാം. അപ്പോൾ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ പ്രോജക്റ്റ് ഏറെക്കുറെ ഒരു സിമ്പിൾ മാനേജ്മെന്റ് പ്രോജക്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ നമുക്കിന്ന് നമ്മൾ ആ ഒരു ലോഗിന്റെ സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം വേഗം തന്നെ. നമ്മളപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള log.html എന്ന് പറഞ്ഞിട്ട് ഒരു HTML ഫയൽ ഞാൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മെത്തേഡ് പോസ്റ്റ് ഫോമിന്റെ മെത്തേഡ് പോസ്റ്റ് ആക്കി CSRF ടോക്കൺ ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ വ്യൂസും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാം. അപ്പൊ യൂസർ ആപ്പിന്റെ തന്നെ views.py വരുന്നു. അതിനുശേഷം നമ്മളിവിടെ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഡെഫ് ലോഗിൻ എന്നൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. റിക്വസ്റ്റ് റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോമ log.html എന്നാണ് എന്റെ ഫയൽ നെയിം. ഞാൻ log.html ഫയൽ നെയിം കൊടുക്കും. നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ നമുക്ക് മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകളൊക്കെ തന്നെ നമ്മൾ ഗെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള ഫീൽഡ്സിനെ നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ എങ്ങനെയാണോ ഇവിടെ ചെയ്തത് സെയിം മെത്തേഡാണ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫോമിന്റെ മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ ഗെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽസ് പോസ്റ്റ്, മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫീൽഡ്സ് എന്ന് പറയുന്നത് ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്മുടെ യൂസർ നെയിം, ഇവിടെ നെയിം ആട്രിബ്യൂട്ടിൽ നമ്മൾ യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡും, ഈ രണ്ട് ഫീൽഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് ലോഗിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ രണ്ട് ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് ഈ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈസ് ഈക്വൽ ടു പോസ്റ്റ്, നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് യൂസർ നെയിം എന്നാണ്. യൂസർ നെയിം ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് ഗെറ്റ് ബ്രാക്കറ്റിൽ യൂസർ നെയിം എന്നാണ് ആട്രിബ്യൂട്ട് നെയിം ആട്രിബ്യൂട്ടിൽ നമ്മൾ കൊടുത്തത്. അതേപോലെ തന്നെ പാസ്വേഡ് കൊടുക്കാം. നമുക്ക് പാസ്വേഡ് ഈസ് ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് ഗെറ്റ് പാസ്വേഡ്. നമ്മൾ ആ രണ്ട് ഫീൽഡിനെ ഗെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം നേരത്തെ പോലെ തന്നെ യൂസർ ഈസ് ഈക്വൽ ടു ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു യൂസറും ആ ഒരു പാസ്വേഡും തന്നെയാണോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഒതന്റിക്കേറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഓത്ത് ഡോട്ട് ഓതന്റിക്കേറ്റ്, ആ ഒരു ഓത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓതന്റിക്കേറ്റ് ഡോട്ട് ഓതന്റിക്കേറ്റ് യൂസർ നെയിം ഈസ് ഈക്വൽ ടു യൂസർ നെയിം, നമ്മൾ കൊടുത്ത വേരിയബിൾ നെയിം. അതായത് അതുപോലെ തന്നെ പാസ്വേഡ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു നെയിമാണ് പാസ്വേഡ്. പാസ്വേഡ് ഈസ് ഈക്വൽ ടു പാസ്വേഡ്. യൂസർ നെയിമും പാസ്വേഡും അത് തന്നെയാണോ എന്ന് ഓതന്റിക്കേറ്റ് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം ആണെങ്കിൽ ഒരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഈ യൂസർ നമ്മൾ കൊടുത്തിരിക്കുന്ന വേരിയബിൾ ഈസ് നോട്ട് നൺ,
അതായത് ഇല്ലാത്തതല്ലെങ്കിൽ അഥവാ ഉള്ളതാണെങ്കിൽ നമ്മുടെ യൂസർ എന്ന് പറയുന്നത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണോ എന്നാണ് നമ്മൾ ഓതന്റിക്കേറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു യൂസർ തന്നെയാണ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഓത്ത് ഡോട്ട് ലോഗിൻ ഓത്ത് ഡോട്ട് ലോഗിൻ റിക്വസ്റ്റ് കോമ യൂസർ. ആ യൂസറിനെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓത്ത് ഡോട്ട് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ റീഡയറക്റ്റ് നമ്മുടെ ഹോമിലേക്ക് റീഡയറക്റ്റ് ആവണം. നമുക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ലോഗിനിൽ വരുന്നത്. ഇനി ഈ യൂസർ ഉള്ളതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അതായത് ഈ ഒരു ഇപ്പിന്റെ എൽസ് പാർട്ടാണ് അടുത്തായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത്. ഇനി ഇൻ കേസ് ഈ യൂസർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളല്ല എങ്കിൽ അയാൾ തിരിച്ചു പോയിട്ട് യൂസർ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എൽസ് കൂടി കൊടുക്കാനായിട്ട് എൽസ് റിട്ടേൺ റീഡയറക്റ്റ് നമ്മുടെ രജിസ്റ്റർ പേജിലേക്ക് പോകണം. രജിസ്റ്റർ സ്ലാഷ് ഇങ്ങനെ കൊടുക്കാം. ഒരു ഓത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ തന്നെ യൂസർ കോമ ആ ഒരു ലൈൻ പോയിട്ടുണ്ട്. കറക്റ്റ് ആണ്. നമുക്കിനി ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. സോറി, അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ ഇതിന്റെ URLs കൊടുത്തിട്ടില്ല. നമുക്കിതിന്റെ URLs ഒന്ന് കൊടുക്കാം. കോപ്പി ഇതിന്റെ URL നമുക്കൊന്ന് ലോഗിൻ സ്ലാഷ് എന്നതിനൊരു റൂട്ട് കൊടുക്കാം. ഇതും ഞാൻ നെയിം ലോഗിൻ എന്ന് കൊടുക്കുന്നു. ലോഗിൻ എന്നാണ് നമ്മൾ വ്യൂവിന് നെയിം കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തു. നമുക്കിനി നമ്മുടെ ബേസ് ഡോട്ട് HTML ആ ഒരു ഐക്കൺ അതുകൂടി കൊടുക്കാം. URL ലോഗിൻ എന്നാണ് നെയിം. നമുക്ക് ഹോമിലേക്ക് പോകാം. കറക്റ്റ് ആയിട്ട് നമ്മുടെ ലോഗിൻ പേജ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു യൂസർ ഉണ്ട്. നമുക്ക് ആ ഒരു യൂസർ വെച്ച് ഒന്നുകിൽ നോക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു യൂസർ വെച്ചിട്ട് നമുക്ക് നോക്കാം. അതിൽ മെസ്സേജസ് കൊടുത്തില്ല, അതുകൊണ്ടാണ് നമുക്ക് മെസ്സേജസ് ഒന്നും കാണിക്കാഞ്ഞത്. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ ആണ് ഡമ്മി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ ആവുന്നുണ്ട്. നമ്മൾ ലോഗിൻ ആയതുകൊണ്ട് തന്നെ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മെസ്സേജസ് കൂടി ഒന്ന് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കൊടുക്കാം. ഒരു സെയിം ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. കൊടുക്കുന്നു. അതേപോലെ തന്നെ വ്യൂസിൽ നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് യൂസർ ലോഗിൻ ചെയ്യുന്നിടത്താണ്. യൂസർ ഈസ് ക്രിയേറ്റഡ് എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം.
ലോഗിൻ സക്സസ്. ലോഗിൻ സക്സസ്. ഇതിന്റെ ഒരു എൽസിൽ നമുക്ക് ഇൻവാലിഡ് എന്ന് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ലോഗിനിലേക്ക് പോയി നോക്കാം. ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ളത് കൊടുത്ത ഡമ്മി ആ ഒരു ലോഗിൻ പേജിലാണ് നമ്മൾ ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗിൻ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലേർട്ട് ബോക്സ് നമ്മുടെ വന്നിട്ടുണ്ട്. നമ്മൾ അലേർട്ട് കൊടുത്തിരുന്നത് പോലെ. ഓക്കെ, നമ്മുടെ ലോഗിനും നമ്മളിപ്പോ ഇതുവരെ നമ്മൾ നോക്കിയത് രജിസ്ട്രേഷൻ, യൂസറിന്റെ രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ യൂസറിന്റെ ലോഗിൻ എന്നുള്ള 2 ഫങ്ഷൻസ് ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇനി ഒരു വളരെ ചെറിയൊരു പോർഷൻ ആണ് നമ്മുടെ ലോഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു വ്യൂ. നമുക്ക് അതും കൂടി നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ലോഗ് ഔട്ടിന് വേണ്ടിയിട്ട് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. ലോഗ് ഔട്ട് റിക്വസ്റ്റ്, സിമ്പിൾ ആയിട്ട് ഓത്ത് ഡോട്ട് ലോഗ് ഔട്ട് റിക്വസ്റ്റ്. ലോഗ് ഔട്ട് ആയി കഴിഞ്ഞാൽ റിട്ടേൺ റീഡയറക്റ്റ് ഹോം. നമുക്ക് സിമ്പിൾ ആയിട്ട് ഓത്ത് ഡോട്ട് ലോഗ് ഔട്ട് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്യുന്നു. വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് URLs അതുകൂടി കൊടുക്കാം. വ്യൂവിന്റെ നെയിം ലോഗ് ഔട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നെയിം കൂടി നമുക്ക് ലോഗ് ഔട്ട് എന്നാക്കാം. റൂട്ടും ലോഗ് ഔട്ട് എന്നാക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ base.html URL നമുക്ക് കൊടുക്കാം. URL നെയിം കൊടുത്തിട്ടുള്ളത് ലോഗ് ഔട്ട് എന്നാണ്. നമ്മൾ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോം പേജിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ലോഗ് ഔട്ട് ആകുമ്പോൾ നമ്മളിപ്പോ ഈവന്റ്സിന്റെ പേജിൽ വന്നിട്ട് ഇവിടുന്ന് ലോഗ് ഔട്ട് ചെയ്ത നമ്മള് ഹോം പേജിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ ഇതുവരെ നോക്കിയത് യൂസറിന്റെ ഈ ഒരു സെക്ഷനിൽ, അതായത് യൂസർ ഓതന്റിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് യൂസറിന്റെ രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ യൂസറിന്റെ ലോഗിൻ, അടുത്തായിട്ട് യൂസറിന്റെ ലോഗ് ഔട്ട്, ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തൊരു ചെറിയ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ നാവ് ബാറിൽ നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാം. അതായത് ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസർ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്താൽ മാത്രമേ യൂസറിന് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റാവൂ. അത്തരത്തിലൊരു കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. അതായത് യൂസർ രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈവന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാനോ അല്ലെങ്കിൽ അതിനെ ബുക്ക് ചെയ്യാനോ കഴിയാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്തരത്തിലൊരു കണ്ടീഷൻ കൊടുക്കാം. നമുക്ക് ഈ ഒരു എബൌട്ടിന് താഴെ, അതായത് ഹോമും എബൌട്ടും ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കാണാം എന്നുള്ള രീതിയിലും, ബാക്കിയുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അത് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയും ചെയ്യാം. അതിനായിട്ട് ഞാനൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഇഫ് ആണ് കൊടുക്കുന്നത്, ഇഫ് കണ്ടീഷൻ ആണ്. അതിൽ ഇഫ് യൂസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ ഓതന്റിക്കേറ്റഡ്, ഇങ്ങനെയാണ് ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്. ഇഫ് യൂസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ ഓതന്റിക്കേറ്റഡ്. യൂസർ ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം ഈവന്റ്സ്, ബുക്കിംഗ്, കോണ്ടാക്ട് ഇത്രയും കാണുക. അതേപോലെ തന്നെ ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ, അതായത് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലോഗ് ഔട്ടും കൂടി കാണേണ്ടതുണ്ട്.
നമ്മുടെ ലോഗ് ഔട്ടും കൂടി നമുക്ക് അപ്പോഴാണ് കാണേണ്ടത്. നമുക്ക് അതുകൊണ്ട് ലോഗ് ഔട്ട് കൂടി ഈ ഒരു സെക്ഷനിലേക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ അതല്ല എങ്കിൽ എൽസ് സൈനപ്പും ലോഗിനും കാണാൻ പറ്റണം, ഹോമും എബൌട്ടും കാണണം. അതായത് രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അയാൾ ഹോമും എബൌട്ടും സൈനപ്പും ലോഗിനും കാണണം. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻസ് ബുക്കിംഗ് കോണ്ടാക്ട് അതേപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത ഒരാൾ അതാണ് കണ്ടീഷൻ. ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ, ഓതന്റിക്കേറ്റഡ് ആകുകയെന്ന് വെച്ചാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കാണേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇഫ് യൂസർ ഡോട്ട് ഈസ് അണ്ടർസ്കോർ ഓതന്റിക്കേറ്റഡ് എന്നൊരു കണ്ടീഷനാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു എൽസും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതേപോലെ തന്നെ ഈ ഇഫിനെ ഒന്ന് എൻഡ് കൊടുക്കണം. എൻഡ് ഇഫ് കൊടുക്കുന്നു. ഇത്രയാണ് കൊടുക്കാനുള്ളത്. നമുക്കിതൊന്ന് നോക്കാം. നമ്മളിപ്പോ ലോഗ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഹോമും എബൌട്ടും മാത്രം കാണാൻ പറ്റും. നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഡമ്മി കണ്ടില്ലേ. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം, ഈവൻസ് കാണാം. ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. നമുക്കൊരു ഡേറ്റ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇതിനെ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തു, നമ്മൾ ഹോം പേജിലേക്ക് വന്നു, നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം പ്രോജക്റ്റ് ആണ്. പൈത്തൺ ജാങ്കോ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ മാനേജ്മെന്റ് സിസ്റ്റം പ്രോജക്റ്റ് ആണ് നമ്മൾ നോക്കിയത്. ഇതിലൊരു ചെറിയ കാര്യം കൂടി നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ആരാണ് ലോഗിൻ ചെയ്തേക്കുന്നതെന്നുള്ള ഒരു യൂസർ നെയിം അത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിക്കാം. അത് പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ ആയിട്ട് പ്രിന്റ് ചെയ്യിക്കാം. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, യൂസർ നെയിം എന്ന് കൊടുക്കാം. ഞാനതൊരു H3 കൊടുക്കുന്നു. ആ യൂസറിന്റെ ഒരു യൂസർ നെയിം പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കാം. ലോഗിൻ ചെയ്ത് നോക്കാം. ഡമ്മി എന്ന് പറഞ്ഞിട്ടുള്ള യൂസറാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ തന്നെ നമ്മൾ എവിടെയാണോ യൂസർ നെയിം പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ നമുക്കത് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ കളറും സ്റ്റൈലൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഒരു സെയിം കളറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെയിം പാറ്റേണിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സീരീസിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് പൈത്തൺ ജാങ്കോ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് യൂസർ ഓതന്റിക്കേഷൻ അടക്കം ഒരു സിമ്പിൾ മാനേജ്മെന്റ് സിസ്റ്റം പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ടെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്നും ഞങ്ങൾ കരുതുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും മറ്റും ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.